ഞാൻ കൂടുതലും ലൈൻ ഡ്രോയിങ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു പെൻ ഉപയോഗിച്ചിട്ടാണ്. അമരീസ് പ്രൊഫഷണൽ പിഗ്മെന്റ് ലൈനേഴ്സ് മാർക്കർ പെൻസ് സെറ്റ് ഓഫ് 10. ഈ ഒരു ഫസ്റ്റ് പെൻ എടുക്കുകയാണ്, ഓർഡറിൽ തന്നെ എടുക്കുകയാണ്. 0.05 എന്ന് പറയുന്ന സൈസിലുള്ള ലൈനർ പെന്നാണ്. ഇതാണ് ഫസ്റ്റ് പെൻ. ആ ലൈൻ കണ്ടോ, വളരെ തിന്നായിട്ടുള്ള ഒരു ലൈനാണ് വന്നിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് പെൻ എടുത്ത് നോക്കാം. ഇതിൻ്റെ സൈസ് 0.1 ആണ്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ, കുറച്ചും കൂടി കട്ടി കൂടി. അടുത്തത് 0.2 ആണ്, കുറച്ചും കൂടി കട്ടി കൂടി. അടുത്തത് 0.3 ആണ്. നോർമലി ഈ മണ്ടൽ ആർട്ട് ചെയ്യുന്നവരും പെൻ ആർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഡിഫറെൻറ്റ് കട്ടിയിലുള്ള പെന്നുകൾ ആവശ്യമുണ്ട്. 0.5 എടുക്കുന്നു. 0.5 ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാണ്, ചിലപ്പോൾ ഡിഫറൻസ് അറിയുള്ളൂ. ഇതാണ് അതിൻ്റെ വേരിയേഷൻ. 0.1 ആണ്. അതിൻ്റെ വേരിയേഷൻ ഇങ്ങനെയാണ്. കണ്ടോ, ഡിഫറൻസ് ഉണ്ട്. ലൈൻ ചിലപ്പോൾ ഒറ്റ ലൈൻ വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു വട്ടം കൂടി കാണിച്ചു തരാണ്. അടുത്ത് 0.2 ആണ്. കണ്ടോ, ഇതാണ് അതിൻ്റെ വേരിയേഷൻ ആണ്. അടുത്തത് 0.3 ആണ്. 0.5 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ 0.3 മാത്രം എനിക്ക് ചെറിയൊരു എന്തോ ഒരു പശ പോലെ തോന്നി. പക്ഷെ ബാക്കി ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ ആ ഡിഫറൻസ്. ഇത് ഒരു ബ്രഷ് പെന്നാണ്. ഇതിൻ്റെ ടിപ്പ് നോക്കിയേ, ഈ ഒരു ഷേപ്പിലാണ് ടിപ്പ് ഇരിക്കുന്നുണ്ടായിരിക്കുക. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതിനുള്ളത്. കാരണം നമുക്കിങ്ങനെ കുറച്ചും കട്ടി കൂട്ടിയും എഡ്ജ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ കലിഗ്രഫി ചെയ്യുന്നവർക്കും ഈവൻ പെൻ ഡ്രോയിങ് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും ഈ ബ്രഷ് പെൻ നല്ല യൂസാണ്. ആൻഡ് ഇതിൻ്റെ കളേഴ്സിന് ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കളേഴ്സാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കളർ ഫ്ലോ ചെയ്യുന്നുണ്ട്. അടുത്ത പെൻ ഞാൻ എടുക്കുന്നത് സോഫ്റ്റ് ബ്രഷ്. ഇത് നമ്മുടെ നോർമൽ ബ്രഷൊക്കെ യൂസ് ചെയ്യില്ല, ഓൾമോസ്റ്റ് അതിൻ്റെ സിമിലർ ആണ്. കണ്ടോ, ടിപ്പ് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകും. സോഫ്റ്റ് ആണ്, കണ്ടില്ലേ. ഇതിൽ ഇങ്ക് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു പെയിൻറ്റിൽ മുക്കിയെടുക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. കലിഗ്രഫി ചെയ്യുന്നവർക്കൊക്കെ ആർട്ടിസ്റ്റുകൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ചിസൽ. ചിസൽ എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടായിരിക്കും, ഇങ്ങനെ പരന്ന് വന്നൊരു കട്ടിങ് ഉണ്ടായിരിക്കും. ചിസൽ ഹെഡ് എന്ന് വിളിക്കുന്നത്. ചിസൽ ഇത്തരത്തിലിരിക്കുക. കണ്ടോ, ഇതും നമുക്ക് ഡിഫറെൻറ്റ് തിക്നെസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എഡ്ജ് ടിപ്പ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തിന്നായിരിക്കും, എഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് കലിഗ്രഫി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ കണ്ടോ, ഇങ്ങനത്തെ ലെറ്റേഴ്സൊക്കെ എഴുതാനായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇത് എനിക്ക് കുറച്ചും കൂടി ഫേവറേറ്റാണ്. ഒന്ന് ഗോൾഡ്, ഒന്ന് സിൽവർ. ഗോൾഡ് കളറുള്ള ഒരു പെന്നാണ്. കണ്ടോ, ഗോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. പക്ക ഗോൾഡ് കളറല്ല, നല്ലൊരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ്. അടുത്ത് വരുന്നത് സിൽവർ ആയിട്ടുള്ള കളറാണ്. സിൽവർ പക്ക സിൽവർ കളറാണ്. ഇതിൽ തിളക്കമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷൈനിങ്ങേ ഉള്ളൂ, ഗ്ലിറ്ററിങ് എഫക്റ്റ് ഇല്ല. അപ്പോൾ ഇതാണ് പെൻ. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.